ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വർണ്ണാസ് കുക്കറി വേൾഡ്. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഡേ 11 ആണ്. ഇന്ന് വെയിറ്റ് ലോസ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ ഒരു ഫുഡ് മൊത്തം നോക്കിയിട്ട് ഇന്നൊരു ചീറ്റ് ഡേ ആണ്, ഒരു വലിയ ചീറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വെയിറ്റ് നോക്കിയപ്പോൾ 48.85 ആണ്. ഞാൻ എണീറ്റപ്പോൾ 12 മണിയായി കേട്ടോ. കാരണം ഒരാഴ്ചത്തെ ക്ഷീണം മൊത്തം ഒന്ന് ഉറങ്ങി തീർത്തിട്ടുണ്ടായിരുന്നു. രാത്രി കിടന്നപ്പോൾ 12 മണിയായി, രാവിലെ ഉച്ചയ്ക്ക് എണീറ്റപ്പോൾ 12 മണിയായി. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബ്രെഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജാം ബ്രെഡ്. അപ്പോൾ ഇതാട്ടോ അത്, ബ്രെഡല്ല ബണ്ണ്. അതിനകത്ത് ഈ ജാമും കോക്കനട്ട് ഇങ്ങനെ സൈഡിൽ ജാമും ഇതുകൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് അകത്ത് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ക്രീം ഉണ്ട് കേട്ടോ. ബട്ട് ഭയങ്കര മധുരമോ സംഭവമൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി വിശന്നുകൊണ്ട് പിന്നെ അവസ്ഥയായിട്ട് കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഉണ്ടാക്കാനുള്ള മൂഡില്ലായിരുന്നു. അപ്പോൾ ഇതൊരു പീസ് ഞാൻ കഴിച്ചു, ഹസ്ബൻഡ് 2 പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് പക്ഷേ നമുക്ക് ഒത്തിരി മധുരമോ സംഭവങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ജാമും ഇതുകൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അത്ര ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിശപ്പുള്ളതുകൊണ്ട് നമ്മളെടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചോക്ലേറ്റ് കഴിക്കാമെന്ന് വെച്ചു. അപ്പം എൻ്റെ ഫേവറേറ്റ് വൺ ഫെറോ റോഷർ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് കഴിച്ചു വന്നപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ഒരു നമുക്ക് വെയിറ്റ് ലോസ് എന്നേ പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും വെയിറ്റ് ലോസിന് പറ്റുന്ന സാധനമല്ല മൊത്തം എടുത്തേക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കാമെന്ന് വെച്ചിട്ട് ആൾ ബീഫ് ബിരിയാണി പറഞ്ഞു, ഞാൻ 2 ചപ്പാത്തിയും ബീഫ് കറിയാണ് പറഞ്ഞത്. പക്ഷെ വന്നപ്പോൾ അത് പൊറോട്ടയായിപ്പോൾ, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണി, അത്രയും കാണുന്ന വലിപ്പമൊന്നുമില്ല, അതിൻ്റെ കൂടെ കിട്ടിയൊരു പായസം ഉണ്ടായിരുന്നു, അത് 2 സിപ്പ് എടുത്തിട്ട് ഞാൻ ഹസ്ബൻഡ് ബാക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ ശകലം ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം വന്നിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാംഗോ ബാർ പോലെ ഇരിക്കും, പക്ഷേ ഇതിങ്ങനെ കേട്ടോ, ഇതിന് സ്റ്റിക്കൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഒരു പുളിയും മധുരവും എല്ലാം ഉള്ളൊരു ഫ്ലേവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത്രയും സംഭവങ്ങൾ കഴിച്ചുകൊണ്ട് വൈകിട്ടായപ്പോഴത്തേക്കും ഒരു ചായ മാത്രം മതി, അതിനോട് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ചായ അല്ല, ഇത് കോഫി ആയിരുന്നു. ഞാൻ ചായ വേണമെന്ന് പറഞ്ഞാൽ ആൾ കോഫി ഇട്ടിട്ട് വന്നു, പിന്നെ അത് കുടിച്ചു. പിന്നെ ഞാൻ രാത്രിയിലത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലല്ല, ഇത് നമുക്ക് 2 ദിവസത്തേക്കുള്ള ഫുഡാണ്. അപ്പോൾ ഇത് വന്നിട്ട് ടൊമാറ്റോ മിൻറ്റ് റൈസ് ആട്ടോ. ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, എനിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ, നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാളത്തേക്ക് എടുക്കില്ല കേട്ടോ, ഇത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നതിന്. പിന്നെ 2 ദിവസം അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത് ചൂടാക്കി കഴിക്കുന്ന അത്ര നല്ലതല്ല, പക്ഷെ നമ്മുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ലൈറ്റായിട്ട് ഇച്ചിരി ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒത്തിരി ഓയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾ ഈ കുപ്പി കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ മാസം നവംബർ 9 മേടിച്ച കുപ്പിയാണ്. അപ്പം ഇന്ന് ഡേറ്റ് വരുന്നത് ഡിസംബർ 14 അപ്പോൾ ഇത്രയും നാൾ, ഒരു മാസവും കഴിഞ്ഞ് കുറച്ചുകൂടെ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളുകൊണ്ട് ഞാൻ ഇത്ര എണ്ണയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം വെക്കും, ചിക്കൻ കറി വെക്കും, ചിക്കൻ ഫ്രൈ വെച്ചു, ഫിഷ് ഫ്രൈ വെച്ചു, ഫിഷ് കറി വെച്ചു, അങ്ങനെ മുട്ടക്കറി, അപ്പോൾ ഇങ്ങനെ എല്ലാ ടൈപ്പ് കറിയും വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓയിൽ അങ്ങനെ നമ്മൾ നോക്കി യൂസ് ചെയ്യണം. എനിക്ക് രാത്രി വലിയ വിശപ്പില്ലായിരുന്നു, അപ്പോൾ ഞാൻ കഴിക്കാതെ ഹസ്ബൻഡ് കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പൊറോട്ടയുടെ പകുതി തരാൻ പറഞ്ഞു. ആൾ ഇത്രയും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു ഓറഞ്ചും ഒരു 3 പീസ്, 4 പീസ് ബീഫിൻ്റെ കറിയാണ് എടുത്തിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.